ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി. സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർമാരുടെ സമയോചിത ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? അല്പസമയം മുമ്പാണ് ഈ വേമ്പനാട്ട് കായലിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഒരു ഹൗസ് ബോട്ടാണ് ഇത്തരത്തിൽ മുങ്ങിയത്. എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുടുംബമാണ് ഈ ഹൗസ് ബോട്ടിൽ ഇന്ന് ഗസ്റ്റായി എത്തിയിരുന്നത്. ഇവരുൾപ്പെടെ ഈ ഹൗസ് ബോട്ടിലെ ജീവനക്കാരുമാണ് ഈ അപകട സമയത്ത് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഈ ബോട്ട് മുങ്ങിയപ്പോൾ തന്നെ ഇവർ ഈ തരത്തിൽ ഈ സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ജീവനക്കാരാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവർ ഈ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഹൗസ് ബോട്ട് പൂർണ്ണമായും വേമ്പനാട്ട് കായലിൽ ഇത്തരത്തിൽ മുങ്ങിപ്പോയി എന്നുള്ള ഒരു വിവരം കൂടി അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്കൊന്നും തന്നെ അപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഈ ഒരു മാസത്തിന് മുമ്പും ഇത്തരത്തിൽ ഈ വേമ്പനാട്ട് കായലിൽ ഇതേ സ്ഥലത്ത് തന്നെ ഈ ഹൗസ് ബോട്ട് മുങ്ങിയ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനുജ, ഹരികൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് ബോട്ട് മുങ്ങിയത്? അത് എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായി ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ കാരണം നമുക്കറിയാമോ? അതായത് പ്രാഥമികമായി ഈ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ ബോട്ടിന് മതിയായ സുരക്ഷാ കാരണങ്ങളില്ലാത്തതാണോ എന്നുള്ളത് സംശയമുണ്ട്. പക്ഷെ അതിൽ വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതോ ഇനി ഈ ബോട്ടിൻ്റെ കപ്പാസിറ്റിക്ക് അധികം ആളുകൾ കെയർ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. ഈ ദൃക്സാക്ഷികളാണ് നമുക്ക് ഈ വിവരം തരുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സിംഗിൾ ബെഡ്റൂം ഹൗസ് ബോട്ടാണ്. ഇവിടെ ഒരു കുടുംബത്തിനാണ് കയറാൻ കഴിയുന്നത്. അതായത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 പേർക്ക്, മാക്സിമം 3 പേർക്കാണ് കയറാൻ കഴിയുന്നത്. അതിലധികം ആളുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് ഈ ഹൗസ് ബോട്ടിൻ്റെ ഉടമയായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇന്നൊരു കുടുംബമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അവരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ സ്പീഡ് ബോട്ട് ജീവനക്കാരും പറയുന്നത് 5 പേർ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പക്ഷേ കൃത്യമായും ഈ അപകട കാരണം എന്താണെന്നുള്ളത് വ്യക്തമായില്ല. പക്ഷേ ബോട്ട് മുങ്ങിയപ്പോൾ തന്നെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അനുജ, ആലപ്പുഴ വേമ്പനാട്ട് കായലിലാണ് വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങിയത്. എന്നാൽ ഒരു അപകടവും ഉണ്ടാകാതെ സമീപത്തുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർമാർ സമയോചിത ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. വലിയ ദുരന്തം അതിലൂടെ ഒഴിവായി. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കൂടാതെ ജീവനക്കാർ എന്നിവരാണ് ഹൗസ് ബോട്ടിൽ ഉണ്ടായത്. എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല.